ഒരാളാലും സ്വാഗതം ചെയ്യപ്പെടാതെ പോയ ഒരു നൗകയെക്കുറിച്ച് മാക്സ് ലുഡാക്കോ എഴുതുന്നുണ്ട്. ഫിലാഡൽഫിയയിൽ ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കിയ സമയത്ത് ദിവസങ്ങളോളം ഇത് നീണ്ടുപോയപ്പോൾ മാലിന്യ കൂമ്പാരം മല കണക്കെ ഉയർന്നു വന്നു. അങ്ങനെയാണ് പെലിക്കാനോ എന്ന് പറയുന്ന കപ്പൽ ചിത്രത്തിലേക്ക് വരുന്നത്. മാലിന്യം കപ്പലിലേക്ക് വെച്ച് മാറി ഈ മാലിന്യം ചാരമാക്കി മാറ്റി അതിൻ്റെ ഉടമസ്ഥർ പ്രതീക്ഷിച്ച പോലെ ഈ ചാരത്തിന് വലിയ വില കിട്ടിയില്ല, സ്വീകാര്യത കിട്ടിയില്ല. ഓരോ തുറമുഖത്ത് ചെല്ലുമ്പോഴും തുറമുഖ നിവാസികൾ ചാരമാണെന്നറിയുമ്പോൾ ഈ കപ്പലിനെ അടുപ്പിക്കാതെ പറഞ്ഞുവിടുന്നു. അങ്ങനെ ഇന്നും സഞ്ചാരയോഗ്യമായ കപ്പൽ, എന്നാൽ ഈ ചാരവും പേറി ഇങ്ങനെ നടക്കുന്നു. ആരാലും സ്വീകരിക്കപ്പെടാതെ നടക്കുന്ന കപ്പൽ. ഗുണപാഠം വളരെ വ്യക്തമാണ്. സൃഷ്ടോന്മുഖതയ്ക്ക് ആഭിമുഖ്യം കൊടുക്കാതെ നടത്തുന്ന യാത്രകൾ അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളതാണ്. ഈ വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത് അത് വളരെ അപകടകാരിയാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ വേസ്റ്റ് നമ്മൾ ചുരിഞ്ഞ് കളയേണ്ടതാണ്. ചുരിഞ്ഞ് കളയാത്ത വേസ്റ്റുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതം ദുസ്സഹമായി തീരുന്നു. ആരാലും സ്നേഹിക്കപ്പെടാൻ പറ്റാത്ത, എവിടെയും അടുപ്പിക്കാൻ പറ്റാത്ത ഒരു ജീവിത നൗകയായി നമ്മുടെ എല്ലാം നൗക മാറുകയാണ്. കായേൻ ചില കാര്യങ്ങൾ അവന് ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കൊലപാതകം എന്ന കൃത്യം, അങ്ങനെ ഒരു പേര് പോലും ഈ ഭൂമിയിൽ കേൾക്കത്തില്ലായിരുന്നു. ചില താരതമ്യങ്ങളെ പുറത്തു കളയാൻ മർത്താക്ക് സാധിച്ചിരുന്നെങ്കിൽ മേരിയോട് വെറുതെ ഇങ്ങനെ പുലമ്പേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഒരു ധ്യാന രീതിയുണ്ട്, ഒരു ബ്രീത്തിങ് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അകത്തേക്ക് സ്വീകരിക്കുകയും എക്സൈൽ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തത് എല്ലാം നമ്മളവിടെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരു രീതി. നല്ലതിനെയൊക്കെ നിശ്വസിച്ച് മോശമായതിനെ പുറത്തേക്ക് തള്ളിക്കളയുക. അത്ര എളുപ്പമൊന്നുമല്ല ഈ പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആഴമായി നമ്മുടെ ഓർമ്മയിലുള്ളത് അപമാനിക്കപ്പെട്ടതിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ ഓർമ്മകളാണ്. അഭിനന്ദനത്തിൻ്റെ ഓർമ്മകൾ, വിജയത്തിൻ്റെ ഓർമ്മകൾ, അതിനേക്കാൾ മുകളിൽ കയറിയിരിക്കുന്നത് ഇതേപോലത്തെ ഓർമ്മകളാണ്. അതിനെ ഒന്ന് ഡീലേൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ ആർജിച്ചെടുത്ത ഈ ഓർമ്മകളെ അതിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു പാഠം എന്ന് പറയുന്നത്. ഈ പുണ്യം പൊക്കുന്ന കാലത്ത് നമുക്ക് അങ്ങനെ പരിശ്രമിക്കാം. 2 സുഹൃത്തുക്കൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കടൽ തീരത്ത് വെച്ച് അവർ കലഹിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ഇങ്ങനെ എഴുതി വെച്ചു: ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുമായി കലഹിച്ചു. അടുത്ത തിര വന്നപ്പോൾ ഇത് അങ്ങ് മാഞ്ഞുപോയി. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ എങ്ങനെയോ ഈ സുഹൃത്ത് വെള്ളത്തിൽപ്പെട്ട് രണ്ടാമത്തെ സുഹൃത്ത് ഈ വെള്ളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവ അപായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയ കരിങ്കൽ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്: ഇന്ന് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവനെ രക്ഷിച്ചു. ഇങ്ങനെ ഈ രക്ഷപ്പെടുത്തൽ എഴുതി വെച്ചത് കരിങ്കൽ പാറയിലാണ്. നന്മകളെല്ലാം കരിങ്കൽ പാറയിൽ എഴുതി വയ്ക്കപ്പെടട്ടെ. അശുഭമായ കാര്യങ്ങളെല്ലാം കടൽ തീരത്ത് എഴുതി വയ്ക്കപ്പെടട്ടെ. നോയമ്പിൻ്റെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ പൂക്കുമാറാകട്ടെ. ആമേൻ.